അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. അരൂർ കൃഷിഭവനിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. മത്സ്യകൃഷി സമന്വയിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. അരൂർ പഞ്ചായത്ത് കൃഷിഭവനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കർഷക സഭയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഞാറ്റുവേല ചന്തയുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ചന്തയുടെ ഔപചാരിക ഉദ്ഘാടനം അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CK പുഷ്പൻ നിർവഹിച്ചു. വരും ദിവസങ്ങളിൽ അരൂർ പഞ്ചായത്തിൽ നെൽകൃഷിയും മത്സ്യകൃഷിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു. അരൂർ പഞ്ചായത്തിലെ കർഷകർക്ക് തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങളും വിഭവങ്ങളും ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിൽക്കാനും പൊതുജനങ്ങൾക്ക് ജൈവകൃഷി മുഖേന ഉത്പാദിപ്പിച്ച വിഷരഹിത കാർഷിക വിഭവങ്ങൾ വാങ്ങാനും ഈ ഞാറ്റുവേല ചന്തയിലൂടെ മികച്ച സൗകര്യമാണ് ഒരുങ്ങുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമുണ്ട്. 24 വാർഡുകളിൽ അപൂർവം ചില വാർഡുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയ മുഴുവൻ വാർഡുകളിലും പ്രകൃതിയുടെ വികൃതിയുടെ ഭാഗമായി നാമാണ് അതിന് കാരണം. കർക്കശമായ നിർദ്ദേശം കൊടുക്കുകയും മത്സ്യകൃഷി നടത്തണമെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു നെല്ല് ഒരു മീനും ആ കാടുകൾ വെട്ടിമാറ്റിയില്ല എങ്കിൽ ചിലപ്പോൾ മത്സ്യകൃഷിക്ക് തടസ്സമുണ്ടാക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി പഞ്ചായത്ത് പോകേണ്ടി വരും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ അനീറ്റ ബെന്നി സ്വാഗതം ആശംസിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുള്ള പരിയ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമാദേവി, വിവിധ പഞ്ചായത്ത് അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. കൃഷിഭവൻ ഉദ്യോഗസ്ഥ സൗമ്യ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കർഷകർക്കായി പച്ചക്കറി വിത്തുകളും തൈകളും വിതരണം ചെയ്തു. അരൂർ പഞ്ചായത്തിന്റെ ജനകീയ കാർഷിക വികസന പദ്ധതികൾ വഴി ഇതിനകം 10,000 പച്ചക്കറി തൈകൾ വിതരണം ചെയ്തതായി കൃഷി ഓഫീസർ അറിയിച്ചു. ഇതിനു പുറമെ 1000 പച്ചക്കറി തൈകൾ കൂടി ചടങ്ങിൽ വിതരണം ചെയ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ കർഷകർക്കായി ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്യാൻ പദ്ധതിയുണ്ടെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു.